CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 12 സെന്റ് സ്ഥലത്ത് ഏകദേശം 1400 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന കിഡിലൻ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതുപോലുള്ള ടാറിട്ട പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത്. മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വൃത്തിയുള്ളൊരു വീടാട്ടോ. മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ച് മുറ്റം മുഴുവനായിട്ട് നല്ല രീതിയിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീട്. ഇവിടെ ജലലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു സാധാരണ ഓപ്പൺ വെൽ കിണറാണുള്ളത്. 1400 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. അതിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു സിറ്റ് ഔട്ട്, വലിയൊരു ഹാള്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ. ഇത്രയും ഫെസിലിറ്റിയാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഫ്രണ്ട് ഭാഗത്ത് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റുണ്ട്. അതുപോലെ തന്നെ കാർ പോർച്ച്, സിറ്റ് ഔട്ട്. ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ചെറിയൊരു ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നുണ്ട്, ക്ഷമിക്കണം. വീടിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ കവുങ്ങ് അങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമ്മുടെ ചാരുപടിക്ക് പകരമായിട്ട് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. വലിയ പഴക്കമില്ലാത്ത നല്ല വൃത്തിയുള്ള വീട് കേട്ടോ. ജനൽ കട്ടിലുകളെല്ലാം ഫുള്ള് വുഡ് വെച്ചിട്ടാണ്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു എൽ ഷേപ്പിലുള്ള വലിയൊരു ഹാളാണ്. ഹാളിൽ തന്നെ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകൾ വരുന്നത് അത്യാവശ്യം 10x10x11 സൈസുകളിൽ വരുന്ന ബെഡ്റൂമുകളാണ്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്, ചുമരിലെ അലമാരയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇതുപോലെ നല്ല ടൈലൊക്കെ ഒട്ടിച്ച് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പുറത്തായിട്ടും അടുക്കളയുടെ ഭാഗത്തായിട്ട് ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് വരുന്നുണ്ട്, കുളിമുറി എല്ലാം വരുന്നുണ്ട്. അങ്ങനെ 2 ബാത്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകൾ ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത്. ചുമരിൽ അലമാര കെട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിൽ, മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ ഹാൻഡിൽ മുഴുവനായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്രീം കളറിലുള്ള വെട്രിഫൈഡ് ടൈലാണ് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതുപോലുള്ള 3 ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത്. ഇനി കിച്ചൻ്റെ ഫ്ലോറിംഗ് അടിഭാഗം വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. 2x2 2x2 സൈസിലുള്ള ടൈല്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കവേർഡ് വർക്കുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ക്രോക്കറി ഷെൽഫ്, മുകൾ ഭാഗത്ത് റാക്ക്. അതുപോലെ തന്നെ ഇതിവിടെ ഉണ്ടോ, ഇവിടെ ഒരുപാടായിട്ട് സ്റ്റോറേജ് സ്പേസ്, കവേർഡ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എൽ ഷേപ്പിലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. ഇവിടെയൊക്കെ നിറയെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയ രീതിയിലുള്ള കിച്ചൺ ഉണ്ടാവും. ചെറിയ കിച്ചണിൽ നല്ല വലിയ സ്പേസസ് ആയിട്ടുള്ള വലിയ കിച്ചൺ തന്നെയാണ്. കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയയിലും ഒരുപാട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇനി വീടിൻ്റെ പുറത്തായിട്ട്, വർക്ക് ഏരിയയുടെ പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുളിമുറി വരുന്നുണ്ട്. നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇത് ചുങ്കത്രയാണ്. ചുങ്കത്ര വെള്ളിമറ്റം എന്ന് പറയുന്ന സ്ഥലം. ചുങ്കത്ര അങ്ങാടിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വെള്ളിമറ്റത്ത് നിന്ന് ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 12 സെൻറ്റ് സ്ഥലം 1400 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിനും അവർ ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക.